സിയാറത്തിന് എത്തിയിട്ടില്ല എന്ന് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ രണ്ട് സംഭവങ്ങളും നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബർ സിയാറത്തിന് പോകണം എന്ന് വാശി പിടിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. നമ്മുടെ ദുനിയാവിലുള്ള, അതായത് ഈ ഭൂലോകത്തുള്ള ഒരു ജീവിതവുമായിട്ട് മരണാന്തര ജീവിതത്തെ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യരുത്. അവിടുത്തെ ജീവിതം എന്ന് പറയുമ്പോൾ അത് വേറൊരു ഹാലാണ്. അവിടുത്തെ ജീവിതം അവരവരുടെ അമലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അവർക്കൊരു പക്ഷേ KT ജലീലിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, നമ്മൾ താമസിക്കുന്ന വീടും പരിസരവും കാട് മൂടി ഭയാനകമായി നിൽക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാവില്ല. അതുപോലെയല്ല പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനുകളും എന്നാണ്. പക്ഷേ നമ്മുടെ വീട്ടിലെ സാഹചര്യവും മരണാന്തര ജീവിതവും തമ്മിൽ രണ്ടും രണ്ടാണ്. അതിനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കി കാണണം. പിന്നെ സ്ത്രീകൾ ഖബർ സിയാറത്തിന് പോകണം എന്നുള്ളത് അതൊരു എന്താ പറയുക, ഇത്തരം ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അത്തരം വാശികൾ നമ്മൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ സൂഫിയാക്കളുടെയും അമ്പിയാക്കളുടെയും ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്താണ്. അല്ലാതെ സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. ഇങ്ങനെ ഒരു പ്രസ്താവന ഞാൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ യുക്തിവാദികൾ ഇത് കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആണുങ്ങൾ അന്യ സ്ത്രീകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പള്ളിപ്പറമ്പിലേക്ക് കയറി ചെല്ലാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. അതിനുള്ളൊരു ഉത്തരം, സ്ത്രീകളുടെ ഔറത്തും പുരുഷന്മാരുടെ ഔറത്തും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതും മാത്രമാണ്. അവരവരുടെ യുക്തി അനുസരിച്ച് കുറച്ചും കൂടി വിശദമായി പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടാവുന്നതുമാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും. തന്നെയല്ല, എൻ്റേതൊരു കൊച്ചു ചാനലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആളുകൾ അത് കാണുമോ കേൾക്കുമോ എന്നും കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഔറത്തും ആണുങ്ങളുടെ ഔറത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ കണ്ടുവരുന്ന ഒരു ഇടതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, അവരുടെ ഒരു ശീലമാണ് എപ്പോഴും വിശ്വാസങ്ങളുടെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ, അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ കഷ്ടപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അന്ന് ശബരിമല വിഷയം വന്നപ്പോഴും, പിന്നെ നമ്മുടെ ഗണപതിയുടെ വിഷയം വന്നപ്പോഴും, തട്ട വിഷയം വന്നപ്പോഴും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചതാണിത്. ഇപ്പോൾ അവസാനമായിട്ട് ഈ ഒരു പള്ളിക്കാട്ടിൻ്റെ ഒരു വിഷയം, പള്ളിക്കാട് സ്ത്രീകൾ സിയാറത്ത് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളൊരു വിഷയം കൂടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് അവരുടെ ഒരു അതിബുദ്ധിയാണ്. കാരണം ഇടതിൻ്റെ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാർ വിചാരിക്കുന്നത് ശരീഅത്തൊക്കെ ഒന്ന് അവിടെ മാറി നിൽക്കട്ടെ, ഞങ്ങൾ പറയുന്നത് ആവട്ടെ ഇസ്ലാം മത റൂൾ എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ തൽക്കാലം അതൊക്കെ സമ്മതിച്ച് കൊടുക്കുക ബുദ്ധിമുട്ടാണ്. KT ജലീൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നമുക്കറിയാം, ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, ലോകപരിചയമുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ വിലയിരുത്തുക ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എനിക്ക് കുറച്ച് റിസ്ക് ഉള്ളൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് അതൊരു ടാസ്ക്കാണ്. പക്ഷേ ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എനിക്ക് അഭിപ്രായം പറയാതിരിക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള വിശ്വാസങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും പോസ്റ്റ് ഇടുമ്പോൾ അത് മതപണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊരു പോസ്റ്റ് അത് ആരിട്ടാലും എൻ്റെ അഭിപ്രായം ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.